നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികൾക്കെല്ലാം തന്നെ ഏറെ നടുക്കമുണ്ടാക്കിക്കൊണ്ട് ഏറ്റവും പല ഷോകളിലൊക്കെ തന്നെ അവതാരകനായിട്ടുള്ള രാജേഷ് കേശവിന് ഹൃദയാഘാതം സംഭവിക്കുകയും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ കമന്റുകളായിട്ടൊക്കെ അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ സുഖം പ്രാപിച്ചിട്ട് വരട്ടെ എന്നൊക്കെ കമന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആശുപത്രിയിൽ നിന്നും ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. രാജേഷ് കേശവിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയെന്നും വളരെ താഴ്ന്ന നിലയിലായിരുന്ന BP സാധാരണ നിലയിലേക്ക് എത്തിയതായും ലക്ഷോർ ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ ജീവരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ICUവിലാണ് രാജേഷ് തുടരുന്നത്. എന്നിരുന്നാലും പ്രതീക്ഷയുണ്ട്. ഡോക്ടർമാർക്കടക്കം ന്യൂറോ വിഭാഗവും രാജേഷിനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയപ്പോൾ ഒരു ചെറിയ പുരോഗതി, ഇന്നലത്തേക്കാൾ അദ്ദേഹത്തിന്റെ ജീവന് പുരോഗതി ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിന്റെ സഹായത്തോടെ ICUവിലാണ് രാജേഷ് ഉള്ളത്. ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം 47-കാരനായ രാജേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഡിസ്നി സ്റ്റാർ, സൺ, സി നെറ്റ്വർക്കുകൾ തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് എത്തിയിട്ടുണ്ട്. ഒപ്പം നിരവധി സിനിമകളുടെ പ്രൊമോഷൻ ഇവന്റുകളിലും രാജേഷ് ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ്. നീന, ഹോട്ടൽ കാലിഫോർണിയ, ട്രിവാൻഡ്രം ലോഡ്ജ് തുടങ്ങിയ സിനിമകളിലും രാജേഷ് കേശവ് വേഷമിട്ടിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ഇന്നലെ ചെയ്തു. അതിനെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇന്നലെ ഒരു പ്രതാപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. താരങ്ങളും ചാനൽ അവതാരകരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത്. പ്രതാപ് ജയലക്ഷ്മി പങ്കുവച്ച പോസ്റ്റ് ഇന്നലെ പ്രകാരമായിരുന്നു: നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷിന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയുടെ അവസാനമാണ് അവൻ തളർന്നു വീണത്. ഏകദേശം 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ രാജേഷിനെ കൊച്ചി ലക്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ വീണപ്പോൾ തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പോൾ മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവിക്കുന്ന അവൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇടയ്ക്ക് ചെറിയ അനക്കങ്ങൾ കണ്ടതൊഴിച്ചാൽ തലച്ചോറിനെയും ചെറിയ രീതിയിൽ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീവിതത്തിലേക്ക് അവന് തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സ്റ്റേജിൽ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്ന അവനെ ഇങ്ങനെ വെന്റിലേറ്ററിന്റെ ബലത്തിൽ കിടക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും. പഴയ പോലെ സ്റ്റേജിൽ നിറഞ്ഞാടുന്ന നമ്മുടെ സുഹൃത്തിന് വേണ്ടി ശക്തമായ പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം. കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. അവൻ തിരിച്ചു വരും, വന്നേ പറ്റൂ. പ്ലീസ് കം ബാക്ക് മൈ ഡിയർ മോസ്റ്റ് ബഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഏതായാലും ആഗോളതലത്തിലടക്കം പ്രോഗ്രാം അവതരിപ്പിച്ചും രാജേഷ് ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വർഷങ്ങളായി ജനങ്ങൾ കണ്ട് പരിചയമുള്ള ആങ്കറാണ് രാജേഷ് കേശവ്. നിരവധി വലിയ ഇവന്റുകളിൽ രാജേഷ് കേശവ് ആങ്കറായി എത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് രാജേഷിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഓൺലൈൻ മീഡിയകളുടെ കടന്നുവരവിന് മുൻപേ ടെലിവിഷനിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ ആങ്കറാണ് രാജേഷ് കേശവ്. അദ്ദേഹം കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ മലയാളികളടക്കം ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.